أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 26-ാമത്തെ വചനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് 75,632 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ള ഒരു സമയത്താണ് നമ്മളിത് സംസാരിക്കുന്നത്. അധികാരം മനുഷ്യൻ്റെ ഒരു ലഹരിയാണ്. നേതൃസ്ഥാനത്തെത്തുക, അധികാരത്തിൽ ഇരിക്കുക എന്നൊക്കെ ആഗ്രഹമാണ്, സ്വപ്നമാണ്. ലോകത്തുണ്ടായ പല കലാപങ്ങളും അധികാരത്തിന് വേണ്ടിയും അധികാരം നിലനിർത്താൻ വേണ്ടിയുമാണ്. ചിലതൊക്കെ അധികാരികളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്നതുമാണ്. ഇപ്പം നാട്ടിൽ മത്സരരംഗത്തുള്ള എല്ലാ ആളുകളും ലീഡർഷിപ്പ് ക്വാളിറ്റി തെളിയിച്ചവരൊന്നും അല്ല. സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങളെ കൊണ്ട് തൽസ്ഥാനത്ത് വന്നവരുണ്ട്, വാശി തീർക്കാൻ വേണ്ടി അപരന്മാരായി വന്നവരുണ്ട്, പാർട്ടിയിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് കളം മാറി ചവിട്ടി സ്ഥാനാർത്ഥികളായവരുണ്ട്. അങ്ങനെ പല രൂപത്തിലും ആളുകളുണ്ട്. ഇത് ഇസ്ലാം മത വിശ്വാസപ്രകാരം വിശ്വാസികളോട് ഇസ്ലാം പറയുന്നത്, അബൂദർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, റസൂലേ, എന്നെയും നിങ്ങൾക്കൊരു അമീറായിട്ട് നിശ്ചയിച്ചുകൂടെ? പലരെയും പല സ്ഥലത്തും ഗവർണറായും ഭരണാധികാരിയൊക്കെ നിങ്ങൾ നിശ്ചയിക്കുന്നുണ്ടല്ലോ, ഒരധികാര സ്ഥാനത്ത് എന്നെ നിങ്ങൾക്ക് ഇരുത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ള അബൂദർ നെഞ്ചത്ത് ഇങ്ങനെ കൈ തട്ടിയിട്ട് ചോദിച്ചു, അബൂദർ, താങ്കളൊരു ദുർബലനായ മനുഷ്യനാണ്. ദുർബലനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായ അവശതയല്ല. ഒരു പ്രതിസന്ധികൾ നേരിടുമ്പോൾ തൻ്റെ ഇടത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരു സാധു മനുഷ്യനാണ് നിങ്ങൾ. അതുകൊണ്ട് താങ്കൾ അത്തരൊരു സ്ഥാനത്ത് അവരോധിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ താങ്കൾ ദുഃഖിക്കുന്നവനായി മാറേണ്ടി വരും. ഇതൊരു അമാനത്താണ്, ആ അമാനത്ത് നിർവഹിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അള്ളാഹ് ചോദ്യം ചെയ്യുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്ത ഉടനെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യാ യുഹന്നാസ് ഇന്നി വുല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും. ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനൊന്നുമല്ല. ഫൈന അഹ്സൻതു ഫഅയിനൂനി. ഞാൻ ജീവിതത്തിൽ സുഹൃതം ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കണം. വൈന അഖ്തഅതു, ഞാൻ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഫഖവ്വിമൂനി, നിങ്ങൾ എന്നെ നേരെ ചൊവ്വേ ശരിയാക്കുകയും വേണം. ആ സമയത്ത് ഒരു ബദുവായ, ഒരു ഗ്രാമീണനായ ഒരു അറബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ വാളുകൊണ്ട് അബൂബക്കറെ ഞാൻ നിന്നെ ശരിയാക്കുന്നാർ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗം തുടർന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലനായ ഒരു മനുഷ്യൻ, വളരെ പേരും പെരുമയൊന്നുമില്ലാത്തൊരു സാധാരണക്കാരനായ ഒരു പൗരൻ, അവൻ എൻ്റെ അടുത്ത് ശക്തനാണ്. അവന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഞാൻ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ കൂട്ടത്തിലെ ശക്തനായ ഒരാളുണ്ടല്ലോ, അയാൾ എൻ്റെ മുമ്പിൽ ദുർബലനാണ്, അവനിൽ നിന്ന് അവകാശങ്ങൾ പിടിച്ചു വാങ്ങിക്കൊടുക്കുന്നത് വരെ. ഇതാണ് അദ്ദേഹം അധികാരമേറ്റെടുത്ത ഉടനെ ജനങ്ങളോട് ചെയ്യുന്ന പ്രസംഗം. അത് ജീവിതത്തിൽ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ
ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന 17 വയസ്സുകാരനെ സേനാനായകനായ ഒരു സൈന്യത്തെ യുദ്ധത്തിനു വേണ്ടി പറഞ്ഞയക്കാൻ ഒരുങ്ങി, നിങ്ങൾ പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞൊരു സംഘത്തെ പറഞ്ഞയച്ച് അവർ പുറപ്പെടുന്നതിന് മുമ്പാണ് റസൂലുള്ള വഫാത്താകുന്നത്. അപ്പൊ പിന്നെ അവർ പോയില്ല. ഇനി റസൂലുള്ളാഹിയുടെ മയ്യത്തും ശേഷക്രിയകളൊക്കെ കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് ആളുകൾ ഖലീഫയായി തെരഞ്ഞെടുത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ വരാൻ തുടങ്ങി. ചില ആളുകൾ സക്കാത്ത് കൊടുക്കാത്തവരായി മാറി, ചില ആളുകൾ കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അപ്പോ മുസ്ലിങ്ങൾ തന്നെ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉള്ള സൈന്യത്തെ മറ്റൊരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുങ്ങള്. ആളുകൾ പറഞ്ഞു, അബൂബക്കർ ഇപ്പൊ ഇനി ഉസാമത്തിനെ പറഞ്ഞേക്കണ്ട, ഏതായാലും പോയിട്ടില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുറൈശി പെണ്ണുങ്ങളുടെ പാദസരം നായ കടിച്ചു കൊണ്ടുപോയാൽ പോലും ഇവിടെ നോക്കാൻ ആളില്ലാതെ നരങ്ങിപ്പോയി എന്ന് വിചാരിക്കുക, എന്നാലും ആ സൈന്യത്തെ ഞാൻ പിൻവലിക്കൂല. റസൂലുള്ളാഹി പറഞ്ഞയച്ച സൈന്യമാണ്, അവർ യുദ്ധത്തിന് പോട്ടെ എന്നാണ്. അതൊരു നിലപാടാണ്. 2, സക്കാത്ത് തരൂല, അത് നബിക്ക് കൊടുത്ത നികുതിയാണ്, നബി മരിച്ചുപോയി, ഇനി സക്കാത്ത് തരൂല എന്ന് പറഞ്ഞ് കുറച്ചാളുകൾ പ്രത്യക്ഷപ്പെട്ടു. നിസ്കരിക്കും, അത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, വല്ലാഹി ലൗ ഖാതിലന്ന, പടച്ചോനാണ് സത്യം, ഞാൻ യുദ്ധം ചെയ്യും കേട്ടോ. മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാ, നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വേർതിരിവ് കാണിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. കാരണം റസൂലുള്ളാഹിയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്തവരാ നമ്മള്. ഞങ്ങൾ 5 വക്ത് നമസ്കരിക്കുമെന്നും ഞങ്ങൾ സക്കാത്ത് കൊടുക്കുന്നു ബയ്യത്ത് ചെയ്തതാണ്. ആ ബയ്യത്ത് ലംഘിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യുന്നതാണ്, യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യും. അവിടെ നിലപാടുകൾ കർക്കശമാണ്. എന്തുവാണെന്ന് വെച്ചാൽ വ്യക്തി ജീവിതത്തിൽ അധികാരം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് യുദ്ധാനന്തരം കുറെ യുദ്ധ തടവുകാരെ കിട്ടി. ഈ യുദ്ധ തടവുകാരെ ഓരോരുത്തരെ വീട്ടിലേക്ക് വേലക്കൊക്കെ കൊടുക്കുകയാണ്, അടിമയാക്കി കൊടുക്കുകയാണ് ഓരോരുത്തർക്ക്. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട് ചോദിച്ചു, നബിയെ, എൻ്റെ കൈ കണ്ടങ്ങള് മാവ് കുഴക്ക് അരച്ചെടുക്കാൻ വേണ്ടി ആസുകല്ല് പിടിച്ചിട്ട് തയമ്പായതാണത്, എനിക്കൊരു വേലക്കാരനെ തന്നുകൂടെ? ഫാത്തിമ നബിന്റെ മകളായി എന്നുള്ളത് ഒരു അയോഗ്യതയല്ലല്ലോ. എല്ലാവർക്കും വൃത്യനെ കൊടുക്കുന്ന റസൂലുള്ളാഹിക്ക് സ്വന്തം മകൾക്ക് ഒരു വൃത്യനെ കൊടുക്കാലോ. അത്ര കഴിവും പ്രാപ്തിയുള്ള കുടുംബത്തിലൊന്നും അല്ലല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉള്ളത്. അലിയുടെ കൂടെയല്ലേ ജീവിക്കുന്നത്. പഴയ റസൂൽ ഒന്നും പറഞ്ഞില്ല, ചോദിച്ചതിന് ഉണ്ട് എന്നും ഇല്ല എന്നും പറഞ്ഞില്ല. അപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉപ്പാനോട് ഇങ്ങനെ പറഞ്ഞു എന്നൊരാളെ ചോദിച്ചു, ഉപ്പ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ നബിയോടൊന്ന് ചോദിക്കണേ. എന്നേരം ഉപ്പാനോടൊന്നും കൂടി ചോദിക്കണം. ഫാത്തിമ അങ്ങനെ വന്നിരുന്നു, ഒരു വേലക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം എന്നറിഞ്ഞു. റസൂലുള്ളാഹി വന്നപ്പോ ആയിഷ ബീവി പറഞ്ഞു, നബിയെ, ഫാത്തിമ ഇവിടെ വന്നിരുന്നു, ഒരാളെ ഫാത്തിമ ബീവിക്ക് വീട്ടിലേക്ക് വേലക്ക് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനും റസൂൽ ഒന്നും പറഞ്ഞില്ല. ഇത് ഫാത്തിമാക്ക് ഇല്ല എന്നോ ഒരാളെ നമുക്ക് കൊടുക്ക ഏതാലെന്നോ ഒന്നും പറഞ്ഞില്ല. നേരെ റസൂലുള്ളാഹി ഫാത്തിമയുടെ വീട്ടിലേക്കാ പോയത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയും കിടക്കുന്ന റൂമിൽ ചെന്ന് മുട്ടി, ആ കട്ടിൽ ചെന്നിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, നീ ആവശ്യപ്പെട്ടതിനേക്കാളും വലിയൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. അപ്പോ നല്ല സംഗതിയാണല്ലോ, അരി അരക്കാനും വീട്ടിലെ ജോലി എടുക്കാനും ഒരാളെ തരണം എന്ന് ആവശ്യപ്പെട്ട അതിനേക്കാൾ നല്ല സംഗതിയാണെങ്കിൽ പിന്നെ അതാണല്ലോ വേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു, നീ കിടക്കാൻ സമയത്ത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 വട്ടം പറഞ്ഞോ, 34 വട്ടവും പറഞ്ഞോ എന്നാണ്. ആലോചിക്കുക, സുബ്ഹാനല്ലാഹ് 33 വട്ടം പറഞ്ഞ അരി പൊടിഞ്ഞിട്ടുവോ? അപ്പൊ നബിക്കും അറിയാം, ഫാത്തിമ ബീവിക്കും അറിയാലോ. അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് എന്താ? അതൊരു സംസ്കാരത്തെ വീണ്ടെടുക്കുക. എന്നാൽ ഇവിടെ ആളെ കിട്ടി എന്നുള്ളത് നബി കുടുംബത്തിലെ ആളുകൾക്കാണ് കൊടുത്താൽ, നിങ്ങൾ ആലോചിച്ചു, ആളുകൾ പറയല്ലോ, കണ്ടില്ല നിങ്ങളെ, എല്ലാവരും അങ്ങനെ തന്നെ അധികാരത്തിലെത്തിയാൽ ട്ടോ. ഇപ്പൊ നബിന്റെ ഇവിടെ വേറെ എത്ര ആളുകൾക്ക് കിട്ടിയിട്ടില്ല.
ഇപ്പൊ നമ്മളെ നാട്ടില് ഗ്രാമസഭയൊക്കെ ഒരാടിനെയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, 100 അപേക്ഷകരുണ്ടാവും. ഒരാൾക്ക് ആടിനെ കൊടുക്കാൻ കഴിയും, 99 ആളും എതിരാവും. കണ്ടോ, ഞമ്മക്ക് കിട്ടിയില്ലല്ലോ ആടിനെ, ഒരൊക്കെ പരാതിക്കാരായിരിക്കും. ഇതേപോലെ നബിന്റെ കുടുംബത്തിലേക്ക് ഒരു വേലക്കാരനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പരാതിയും ആക്ഷേപവും. നബി കൊടുത്തില്ല. കാരണം അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾ മാതൃക കാണിക്കേണ്ടതുണ്ട് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ, വലിയ ധീരതയുടെ പര്യായമായി പറയുന്ന ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഒരു വെള്ളിയാഴ്ച ഖുത്ബ നടത്തിയപ്പോ യാ യുഹന്നാസ് ഇസ്മാഉ, ജനങ്ങളെ കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ഖുത്ബയിൽ ആമുഖമായി പറഞ്ഞ പാടെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കേൾക്കൂല്ല, നിങ്ങൾ പറയുന്ന അനുസരിക്കൂല. ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളോട് ഈ രൂപത്തിൽ പ്രതികരിച്ചാൽ ആളുകൾ ഇമോഷണലായി വൈകാരികമായി പ്രതികരിച്ചു പോകും. ഉമർ റളിയല്ലാഹു അൻഹു വൈകാരികമായ പക്വത കാണിച്ചിട്ട് ചോദിച്ചു, ലീമ, എന്തുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധനാകാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ യുദ്ധത്തിന് പോയതിൽ കിട്ടിയ ആ ഷർട്ട് പീസാണ് നിങ്ങളും ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ ഷർട്ട് കൊണ്ട് ഒരാൾക്ക് ഒരു കുപ്പായം തുന്നാൻ വലുപ്പല്ല. ഞങ്ങൾക്ക് നിങ്ങൾ തന്ന ഷർട്ട് ശീല തികയില്ല എന്നർത്ഥം. പക്ഷെ നിങ്ങളാണെങ്കിലോ നീളമുള്ള മനുഷ്യനാണ്, ഞങ്ങളെക്കാളൊക്കെ നീളമുള്ള വലിയ മനുഷ്യനാണ് നിങ്ങൾ അതുകൊണ്ട് ഷർട്ട് അടിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾ മിമ്പർമ കയറിയിരിക്കുന്നത്. നിങ്ങൾ അഴിമതി ചെയ്തിരിക്കുന്നു എന്നാണ് പ്രശ്നം. കാരണം ഞങ്ങൾക്കൊക്കെ ഒരു കുപ്പായത്തിലുള്ള ശീല തരാതെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് നീളമുള്ള ഒരു കുപ്പായം അടുപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ആ മിമ്പർന്ന് ചോദിച്ചു, ഐന അബ്ദുല്ല, തന്റെ മകൻ അബ്ദുള്ള ഉണ്ടല്ലോ ഈ പള്ളിയിൽ ഖുത്ബ കേൾക്കണേ, എവിടെയാണോ ഇരിക്കണേ? അപ്പൊ അബ്ദുള്ള സാസ്ന്ന് എഴുന്നേറ്റ്, നബി ഞാൻ അവിടെ ഉണ്ടല്ലോ. അല്ല ഉമറെ, ഞാൻ അവിടെ ഉണ്ടല്ലോ. പനോട് ഞാൻ അവിടെ ഉണ്ട്. അതിന് മറുപടി പറഞ്ഞേക്കുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഞാനും ആ സൈന്യത്തിലുണ്ടായിരുന്നു, ആ യുദ്ധത്തിന് പോയെ. എനിക്കും ഒരു ഷർട്ട് പീസ് കിട്ടിയിട്ടുണ്ട്. എന്റെ ഷർട്ട് പീസും ഷർട്ട് അടിക്കാൻ വലിപ്പല്ല, അതുകൊണ്ട് എന്റേത് ഞാൻ ഉപ്പാക്ക് കൊടുത്തു. എന്റെ ഷർട്ട് പീസും ഉപ്പാന്റെ ഷർട്ട് പീസും കൂട്ടിയിട്ടാണ് ഉപ്പ ഷർട്ട് അടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഉപ്പാക്ക് മതിയാകാൻ മാത്രം ശീലയുണ്ടായത് എന്ന് മകൻ മറുപടി പറഞ്ഞപ്പോ ഉടനെ സൽമാൻ വീണ്ടും എഴുന്നേറ്റു. ഇതൻ നസ്മ, ഇനി നിങ്ങൾ പറഞ്ഞോളി, ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ അഴിമതി ചെയ്തിട്ടില്ല. കാരണം നിങ്ങളെ മകനും യുദ്ധത്തിലെ പങ്കെടുത്തത് കൊണ്ട് അവകാശമുണ്ട്, അവനും ഷർട്ട് ഉണ്ട്. ആ ഷർട്ട് നിങ്ങൾ രണ്ടും ഒരുമിച്ചടിച്ചതാണ് ബോധ്യപ്പെട്ടപ്പോ ഇനി നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധനാണ് എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സ്ഥാനാർത്ഥി മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കണമെങ്കിൽ ബാങ്കിൽ കടം എത്രയുണ്ട്, ഭാര്യന്റെ അടുത്ത് എത്ര സ്വർണമുണ്ട്, നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ട്, ഇതൊക്കെ എഴുതി കൊടുക്കണം. സത്യവാങ്മൂലം ഒപ്പിടണം. അതല്ല എന്ന് തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോവും. പക്ഷെ 5 കൊല്ലം കഴിഞ്ഞാലേ മകന്റെ വീട് കൊട്ടാരണ്ടായിട്ടുണ്ടാവും, മകൾക്ക് വേറെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. ഇതിനൊന്നും രേഖ ഉണ്ടാവില്ല. അവിടെയാണ് അധികാരത്തിലേക്ക് വരുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രമൊന്നല്ല. ഇപ്പോ അത് ബിസിനസ്സിനേക്കാൾ വലിയൊരു വരുമാന മാർഗമാണ്. നിങ്ങൾക്ക് എന്താ വർക്ക് ചോദിച്ചാൽ നമുക്ക് രാഷ്ട്രീയമാണ്, എന്താ രാഷ്ട്രീയത്തിൽ വർക്കുകൾ ആലോചിച്ച് നോക്കി. ഒരു റോഡ് പാസ്സാക്കി കൊടുത്താൽ, ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിൻ്റെയൊക്കെ പിന്നിൽ എല്ലാവരും അങ്ങനെ എന്നല്ല പറയുന്ന അർത്ഥം. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇത് അമാനത്താണ്. അർഹതയില്ലാത്ത ഒരാൾക്ക് എൻ്റെ അധികാരം ഉപയോഗിച്ചെങ്ങാനും ചെയ്തു കൊടുത്താൽ ഞാൻ അള്ളാന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്ന് ഒരാൾക്ക് ബോധ്യമുണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ അധികാര സ്ഥാനത്തേക്ക് വരുമ്പോൾ ആളുകൾ പറയും ഓനെ പറ്റൂല. അത് എക്കാലത്തും പറയുന്ന സംഗതിയാണ്. കാരണം ബനി ഇസ്രായേലിലെ പ്രമുഖരായ ആളുകൾ അക്കാലത്ത് നബിയോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു രാജാവ് വേണം, യുദ്ധം ചെയ്യാനുള്ള ശേഷിയുള്ള കഴിവുള്ള ഒരാളെ രാജാവാക്കി തരണം, ഞങ്ങൾക്ക് നേതാവ് വേണം. അവർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അവസാനം അള്ളാഹു എന്ത് ചെയ്തു? വഖാല ലഹും നബിയുഹും, അവരോട് അവരുടെ നബി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലിക്കൻ,
നിങ്ങൾക്ക് താലൂത്ത് എന്ന് പറഞ്ഞ ആളെ രാജാവായി നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നിരന്തരമായ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അള്ളാഹ് നിങ്ങൾക്ക് താലൂത്തിനെ രാജാവായി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇസ്രായേലിയർ ചോദിക്കുകയാണ്, അന്നാ യകൂൻ ലഹുൽ മുൽക്കു, എങ്ങനെയാ പോനെ രാജാവാക്കുക? അതുവരെ രാജാവിനെ കിട്ടിയാൽ മതി എന്ന ആളുകൾ പറഞ്ഞിരുന്നത്. രാജാവിനെ നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെ ചോദ്യം, എങ്ങനെയാ ഓനെ രാജാവാക്കുക? കാരണം എന്താ? വനഹ്നു അഹഖു ബിൽ മുൽക്ക്, അവനേക്കാൾ അധികാരത്തിന് അർഹർ ഞങ്ങളാണ്, ഞങ്ങളല്ലേ രാജാവാക്കേണ്ടി, എങ്ങനെ ഓനെ രാജാവാക്കുക? എന്തുകൊണ്ടാണ്? വലം യുഅ്ത സഅതം മിനൽ മാലി, അയാൾക്കൊരു സമ്പത്തും കൂടി ഇല്ലല്ലോ. കാരണം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ ബിന്യാമീൻ എന്ന മകന്റെ കുടുംബ പാരമ്പര്യത്തിലാണ് ഈ താലൂത്ത് എന്ന രാജാവ് വരുന്നത്. ആൾബലം കുറഞ്ഞ, സാമ്പത്തികം കുറഞ്ഞ ഒരു ഗോത്രക്കാരാണ് അവര്. അപ്പൊ അതിലുള്ള ഒരുത്തരെ രാജാവാക്കിയപ്പോൾ സാമ്പത്തിക ശേഷിയും പിന്തുണയൊക്കെ ഉള്ള ആളുകൾക്ക് തന്നെ രാജാവായി അംഗീകരിക്കാൻ മടി. മാത്രമല്ല, ഇയാൾ ആട് മേക്കുകയും അതുപോലെ ചെരുപ്പ് തുന്നുകയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സാധാരണക്കാരനെ മനുഷ്യൻ കുറെ ആട് മേക്കും, ഒഴിവുവേള ചെരുപ്പൊക്കെ തുന്നി ജീവിക്കും. അങ്ങനത്തെ ഒരാളെ രാജാവായി നിശ്ചയിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, ഓനെങ്ങനെ രാജാവാക്കുക? ഞങ്ങളല്ലേ രാജാവാക്കേണ്ടത്, ഓനേക്കാൾ ഞങ്ങൾക്കല്ലേ യോഗ്യത ഉള്ളത് എന്ന് ചോദിക്കുക. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലാഹ സ്തഫാഹു, അള്ളയാണ് അവനെ തെരഞ്ഞെടുത്തത്. അലൈക്കും, നിങ്ങളുടെ മേൽ അധികാരം നൽകിയ അള്ളാഹുവാണ്. വസാദഹു ബസ്തതം ഫിൽ ഇൽമി വൽ ജിസ്മി, ശരീരം കൊണ്ടും അറിവ് കൊണ്ടും അദ്ദേഹത്തിന് അള്ളാഹു തആല വിശാലത നൽകിയിട്ടുണ്ട്. അപ്പൊ അധികാരിയാവാൻ, ഒരു നേതാവാകാൻ രണ്ട് യോഗ്യത വേണ്ടത്. ഒന്ന്, ഈ സമൂഹത്തെ ശരിയായ ദിശയിൽ നയിക്കാനുള്ള അറിവ് വേണം. അങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് ഓനെ ലീഡറാക്കി, വേറെ ആരും ഇല്ലാത്തോണ്ട് നിങ്ങൾ നിന്നോളി എന്ന് പറഞ്ഞു ഓനാണ്ട് ലീഡറാക്കിയിട്ട് ഓനൊക്കെ എങ്ങോട്ടാ സമൂഹത്തെ നയിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇൽമ് വേണമെന്ന് അള്ളാഹ് പറഞ്ഞു. എന്തുകൊണ്ടാണ് താലൂത്തിനെ നേതാവാക്കിയത്? അയാൾക്ക് അള്ളാഹ് ഇൽമ് കൊടുത്തിട്ടുണ്ട്. രണ്ട്, ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ ചില സ്ഥാനാർത്ഥികൾക്ക് പോലെ പേരും ചിഹ്നം തന്നെ പറയാൻ കഴിയൂല. വയസ്സായിട്ട് ഓരോ സ്ഥാനാർത്ഥി ഞാനാണ്, ഇന്ന സ്ഥാനാർത്ഥിയാണെന്നോ എനിക്ക് ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്നും കൂടി പറയാൻ കഴിയൂല. കാരണം എന്താ? ഓനെങ്ങനെ താപ്പാനായി കൊണ്ടു കിടക്കുകയാണല്ലോ. പിന്നെ നിങ്ങളാലോചിച്ച് ഓ മരിച്ച എന്താവും, പ്രളയാവും, എന്തായാലും നിങ്ങളാലോചിച്ച് നോക്കിയേ. പുതിയ പുതിയ ആളുകൾ വരണ്ടേ? വൽ ജിസ്മി, ശാരീരിക ക്ഷമതയും വേണം. ആളുകളുടെ മുമ്പിൽ നടക്കാനുള്ള യോഗ്യത വേണം. അപ്പോഴേ ഒരു സ്ഥാനാർത്ഥിയാവുള്ളൂ എന്നാണ്, അല്ലെങ്കിൽ നേതാവാകാൻ പറ്റുമെന്നാണ് ഖുർആൻ സൂചിപ്പിച്ച സംഗതി. എന്നിട്ട് മാത്രമല്ല, അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇദ്ദേഹം എന്തുവാണെന്നറിയങ്ങള് വിശ്വസ്തനായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളെ ലീഡർ ആയതിന്റെ ഒന്നാമത്തെ ഘടകം തന്നെ ഖുർആൻ പറഞ്ഞല്ലോ. എന്ത്? റസൂലുള്ളാഹ് അള്ളാഹ് പറഞ്ഞു, പരസ്യ പ്രബോധനത്തിന് കൽപ്പന കൊടുത്തപ്പോ, തന്റെ ആശയങ്ങളെ ആളുകൾക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി കൽപ്പന കൊടുത്തപ്പോ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചല്ലോ, ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? അവർ പറഞ്ഞു, വിശ്വസിക്കും, ഞങ്ങൾ നിങ്ങളെ നിന്ന് കളവ് കേട്ടിട്ടില്ലല്ലോ. അപ്പോ അത്രയും ഹോണസ്റ്റി ഉള്ള സത്യസന്ധനായ ഒരാളായിരിക്കണം, അയാളെ ജനങ്ങൾ അംഗീകരിക്കും. രണ്ടാമത്തെ എന്താ കാര്യങ്ങൾ, അയാളുടെ ഉറച്ച നിലപാടുകളായിരിക്കണം. ആളുകൾക്കനുസരിച്ച് അങ്ങോട്ടും പറയും, താൽക്കാലിക വോട്ടിന് വേണ്ടി പറഞ്ഞില്ല എന്ന് പറയും, മാറ്റി പറയും, സന്ദർഭത്തിന് അടർത്തിയെടുത്ത് പറയും. അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെ കുറ്റവും കുറവുകളും പറഞ്ഞും പണ്ട് ചെയ്ത് വിളിച്ചു പറഞ്ഞും അയാളെ സമൂഹ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തിയും അങ്ങനെ ഒന്നുമല്ല. നേർക്ക് നേരെ സംവാദങ്ങൾ നടത്തേണ്ട ബുദ്ധിപരായിരിക്കണം. അത്തരത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായും യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി ചോദിച്ചല്ലോ, നിങ്ങളെ ഇവിടുന്ന് ആക്രമിക്കാൻ വരുന്ന ഞങ്ങൾ വിശ്വസിക്കുമോ? ഓല് പറയാം, ഞങ്ങൾ വിശ്വസിക്കും. അത്രവുമല്ല, അവിടെ ആ നിലപാടിലൊരു മായം ചേർക്കാത്ത സ്വഭാവം കൂടി ഉണ്ടാവണം. റസൂലിന്റെ അടുത്ത് വന്നിട്ട് ആളുകൾ പറഞ്ഞല്ലോ, നബിയെ, നിങ്ങൾക്ക് ഈ നാട്ടിലെ ഏറ്റവും സുന്ദരമായ സാമ്പത്തിക സൗകര്യങ്ങൾ ചെയ്തു തരാം, ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ കെട്ടിച്ചു തരാം, നിങ്ങൾ തൽക്കാലം ഈ ഉദ്യമം നിർത്തിവെക്കുവോ? പറഞ്ഞല്ലോ, എൻ്റെ ഒരു കയ്യിൽ സൂര്യനും മറുകൈയിൽ ചന്ദ്രനും തന്നാലും ഞാനത് നിർത്തിവെക്കൂല. ആരൊക്കെ പിന്തുണക്കുന്നു എന്നല്ല, ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതും അല്ല,
ഞാൻ നിൽക്കുന്ന നിലപാടുകൾ സത്യസന്ധമാണ് എന്ന് തോന്നുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നേതൃത്വം സഫലമായി തീരുന്നത്. അപ്പൊ ഏറ്റെടുക്കുന്ന അമാനത്തുകൾ അള്ളാഹു ചോദ്യം ചെയ്യും എന്ന ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, അധികാരം വാഴുന്ന റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കുകയും ഉദ്ദേശിക്കുന്ന അധികാരം ഊരിയെടുക്കുകയും അവൻ ചിലരെ ഉന്നതിയിലെത്തിക്കുകയും ചിലരെ പതിത്തമുള്ളവരാക്കുകയും ചെയ്യും എന്നല്ല പറഞ്ഞത്. വിശ്വാസികൾക്ക് എക്കാലത്തുമുള്ള ഒരു അനുഭവ പാഠമാണ്. ആർക്ക് അധികാരം കൊടുക്കുന്നുവോ അള്ളാഹ് അറിഞ്ഞിട്ടാണ് അവർക്ക് അധികാരം കൊടുക്കുന്നത്, നമ്മളല്ല. ആര് സ്ഥാനത്ത് വരണം, ആര് ജയിക്കണം, ആ ജയിക്കുന്ന ആളുകൾ അമാനത്തോടുകൂടി പാലിക്കുമ്പോഴാണ്. അല്ല എങ്കിൽ കുല്ലുക്കും റായിൻ, എല്ലാവരും അധികാരികളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും ആ അധികാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യും എന്ന് റസൂലുള്ളാഹി പറഞ്ഞല്ലോ. അവനവൻ വീട്ടിലെ ഭരണാധികാരിയാണ്, ഒരു സംഘടനയിലുള്ള ആളുകൾ അതിലെ ഭരണാധികാരിയാണ്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു ചോദിക്കുമെന്ന ബോധം ഓരോരുത്തരുടെയും കർമ്മമണ്ഡലങ്ങൾ സജീവമാവാൻ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.